അന്ന് ഇന്നത്തെ വാർത്താപ്പകൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിലാണ്. ഇപ്പോഴും ജോയിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തെരച്ചിലിപ്പോൾ 8 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. മാരായമുട്ടം സ്വദേശിയായ ജോയിയാണ് ഇവിടെ കാണാതായത്. തോട്ടിലെ ഒഴുക്കും മാലിന്യ കൂമ്പാരവും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അഗ്നിരക്ഷാസേനയും അതിഥി തൊഴിലാളികളും തോട്ടിലിറങ്ങി ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചധികം മണിക്കൂറായി അവർ ഈ യത്നത്തിലാണ്. 8 മണിക്കൂറിലായി അധികമായി ഇദ്ദേഹത്തെ കാണാതായ ജോയിക്ക് അടച്ചുറപ്പുള്ളൊരു വീട് പോലും ഇല്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. കുറച്ചധികം പണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപകട സാധ്യത കൂടുതലായിട്ടും ഈ ജോലിക്ക് ജോയി പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ വീട്ടിലാണ് ജോയിയും ജോയിയുടെ അമ്മയും താമസിക്കുന്നത്. വെറും 2 മുറികൾ മാത്രമുള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ സെപ്പറേറ്റ് ഒരു അടുക്കള പോലും ഇല്ല, അടച്ചുറപ്പുള്ള ഒരു ബാത്റൂമില്ല. ഈ വീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ 4:30 മണിക്ക് ജോലിക്കായിട്ട് തിരുവനന്തപുരത്ത് പോയത്. കഴിഞ്ഞ 3 ദിവസമായാണ് ഈ കോൺട്രാക്റ്റിൻ്റെ കൂടെ ജോയി പണിക്ക് പോകുന്നത്. പണികളില്ലാതെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ആക്രി പറക്കുകയാണ് ജോയി. അമ്മയ്ക്കും ജോയിക്കും വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി ആക്രി പറക്കുകയാണ് ജോയി ജീവിക്കുന്നത്. അതുപോലെ തന്നെ ജോയിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു നല്ലൊരു വഴി പോലും ഇല്ലാത്ത വളരെ കഷ്ടപ്പാടിലാണ് ജോയി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ആക്രി പറക്കി കിട്ടുന്ന ജോലി സമയത്ത് ആക്രി പറക്കി കിട്ടുന്ന പോയിട്ട് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന പണിക്കായിട്ട് പോകുന്നത്. കൂടുതൽ ശമ്പളം കിട്ടിയാൽ അമ്മയ്ക്കും എനിക്കും കുറച്ച് ദിവസം ജീവിക്കാമല്ലോ എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ജോയി കുടുംബം പോറ്റാനായി ഈ തൊഴിലിന് വേണ്ടി പോകുന്നത്. ജോയിയെ കാണാതായത് മുതൽ ഈ ആമയിഴഞ്ചാൻ പരിസരത്ത് റിപ്പോർട്ടിംഗ് തുടരുന്ന ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷെഫീദ്, ഇപ്പോൾ 8 മണിക്കൂറിലധികം കഴിഞ്ഞു. എന്തെങ്കിലും ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുന്നുണ്ടോ തെരച്ചിലുകാരിൽ ഇടകയിൽ നിന്ന്? SKN രാവിലെ 10 മണിക്ക് ആരംഭിച്ച തെരച്ചിൽ ഇത്രയും സമയമെടുക്കുന്നു, 6:30 എടുക്കുന്നു. ഇതുവരെയും അക്കാര്യത്തിൽ നമുക്കൊരു ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇപ്പോൾ ഈ സ്ക്യൂബ ഡൈവ് നടത്തിയ ടീമംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അവർ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ രാവിലെ മുതൽ വലിയ പരിശ്രമത്തിലാണെന്നറിയാം, ക്ഷീണമുണ്ടെന്നറിയാം. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ 40 മീറ്ററോളം അകത്തോട്ട് പോയി. 40 മീറ്റർ പോയി. 40 മീറ്ററോളം പോയി. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഈ ഭാഗത്തൊന്നുമില്ല, തെരച്ചിൽ നടത്തിയ ഭാഗത്തില്ല. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ ഈ ചവറും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങോട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ചവറ ഫുള്ള് ചവറ മൊത്തം അടിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചെളി, കല്ല് എല്ലാം ചവറെല്ലാം ഉണ്ട്. ഈ രാവിലെ മുതൽ തന്നെ നമ്മൾ കുറെ വേറെ പണിപ്പെട്ടു. പക്ഷെ ഇതിനിപ്പോ നമുക്ക് അടുത്തൊരു മാർഗ്ഗം ഉണ്ട്, അപ്പുറത്തുനിന്ന് നോക്കുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് കോർപ്പറേഷൻ അവരെ വിചാരിച്ചാൽ റെഡിയാക്കും. അപ്പോൾ നാളെ അത് കഴിഞ്ഞിട്ടേ ഡൈവ് ചെയ്യാൻ പറ്റും. അതും വെള്ളം ഉണ്ടെങ്കിലേ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ നാളെ. അല്ലെങ്കിൽ നമുക്ക് നടന്ന് നോക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ BS എന്തെങ്കിലും ധരിച്ച് വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം വന്ന് താഴെ അടിയും. അതിന്റെ ഇടയിൽ ഉണ്ടാവും. എത്ര മീറ്റർ ഉണ്ട് മൊത്തം ഇട്ടാണല്ലേ? അതറിയില്ല. ഇപ്പോൾ നമ്മൾ 40 മീറ്റർ പോയിട്ട് തന്നെ ആദ്യത്തെ മാൻഹോളിൽ എത്തിയിട്ടില്ല. 3ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ എത്തിയിട്ടില്ല. 40 മീറ്റർ ആയി, എന്നിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം കണലൊരു 100-150 മീറ്ററിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഈ രക്ഷാപ്രവർത്തനം ഇപ്പം അവസാനിപ്പിക്കുകയാണല്ലേ? ഇല്ല, അവസാനിപ്പിക്കുന്നു. ഡൈവിംഗ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചു. എല്ലാവരും ടയർഡാണ്. അപ്പോൾ ഒന്നുകൂടെ അടുത്ത് ഇപ്പോൾ വീണ്ടും ഇറങ്ങും. അത് നിർത്തിയിട്ടില്ല. SKN ഇവരായിരുന്നു ഇന്ന് രാവിലെ മുതൽ, അതായത് മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ട് ഇവരായിരുന്നു, ഈ ടീമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. 10 മണിക്ക് നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ വെള്ളത്തിന് മുകളിൽ വലിയ തരത്തിലുള്ള ചവറുകൾ ഉണ്ടായിരുന്നു, വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതടക്കം ഈ ടീമാണ്, ഫയർഫോഴ്സിന്റെ ഈ ടീമാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ടീമിന്റെ ഒരു പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഈ പരിശ്രമത്തിനൊടുവിൽ ഇവർ കാര്യമായിട്ട് ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ നമുക്കറിയാം, വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആ ടണൽ കൂടി ഒന്നുകൂടെ കാണാം. നമുക്ക് SKN അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ടണൽ നമുക്ക് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കാഴ്ച നമുക്ക് കാണാം. അതായത് ഇതായിരുന്നു ആ നെറ്റ്. അതായത് ഈ തിരുവനന്തപുരം തമ്പാനൂരിലെ പ്രധാന റോഡിനും അതേപോലെ റെയിൽവേ സ്റ്റേഷനും നടുക്കുള്ള ഒരു നെറ്റാണ്. ആ നെറ്റിലാണ്, ആ നെറ്റിട്ട പ്രദേശത്തായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ജോയി എന്ന് പറയപ്പെടുന്ന മാരായമുട്ടം സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടേക്ക് ഇറങ്ങുന്നത്. ശുചീകരണ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. റെയിൽവേ കരാർ ഇതായിരുന്നു. അദ്ദേഹം ഇറങ്ങിയ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ അപകടത്തിന് ശേഷം അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. പക്ഷേ SKN നമുക്കറിയാം, തിരുവനന്തപുരം നഗരമാണ്, വലിയ തരത്തിലുള്ള മാലിന്യം ഇതുമായി ബന്ധപ്പെട്ട് നിറഞ്ഞിരുന്നു. പക്ഷേ ആ മാലിന്യം നീക്കാതെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അത് രാവിലെ നമ്മൾ കണ്ടതാണ് SKN. അതിന്റെ ഒരു തീവ്രത നമ്മൾ ഇതിനു മുൻപ് കാണിച്ച ദൃശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ വെള്ളത്തിന് മുകളിൽ അപ്പാടെ വലിയ തരത്തിൽ കൂന ഊട്ടിയിട്ട രീതിയിൽ പ്ലാസ്റ്റിക് അത് അടുക്കിയിരിക്കുന്നു. വേസ്റ്റ് മാലിന്യം, ആശുപത്രി മാലിന്യം അടക്കമുള്ള കാര്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് അഭിലാഷ് ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടണൽ
ടണൽ സ്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ആ ടണൽ, അഭിലാഷ ടണൽ ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകും. അതായത് ഒരു ടണൽ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ടണൽ എന്ന് പറയുന്നത്. അത് ഈ വെള്ളമൊഴുകി റോഡിന്റെ ആ ഭാഗത്ത് നിന്ന് റെയിൽവേ ട്രാക്കിനോട് സമീപത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 സമീപത്തുണ്ടായ ഒരു ടണലാണ്. ഈ ടണലിന് ഏതാണ്ട് 150 മീറ്റർ നീളമുണ്ട്. അതായത് ഈ 4 പ്ലാറ്റ്ഫോമുകളും കഴിഞ്ഞ് അപ്പുറത്തെ വശത്താണ് ഈ ടണൽ അവസാനിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു 3 മാൻഹോളോളം ഉണ്ട്. ഇതിലിപ്പോൾ ഈ സ്ക്യൂബ ഡൈവ് ചെയ്ത ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അംഗങ്ങൾ പറയുന്നത്, അതിൽ 40 മീറ്ററോളം അവർ പോയി. പക്ഷെ അവിടേക്ക് ആ 40 മീറ്റർ പോയിട്ടും ആദ്യത്തെ മാൻഹോൾ വരെ എത്തിയിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ അവിടെയെങ്കിലും ഇവരെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ വേസ്റ്റ് നീക്കാതെ ഒരു തരത്തിലും അവർക്ക് ഒരു ഇഞ്ച് നീങ്ങാൻ കഴിയാത്തത്ര സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ തെരച്ചിലിന് ഏറ്റവും തടസ്സമുണ്ടാക്കുന്ന കാര്യം. എസ്കേൻ, ഒരു കാര്യം നിർഭാഗ്യകരമെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം നഗരമാണ്. തിരുവനന്തപുരം നഗരം തലസ്ഥാനം, സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ നഗരത്തിൽ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഒരു സംഭവം നടക്കുന്നു. രാവിലെ 10 മണിക്ക് നടന്ന സംഭവത്തിൽ ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലൊരു അപ്ഡേഷനിലേക്ക് ഒരു 150 മീറ്റർ മാത്രം കയറിപ്പോയി അവിടെ പരിശോധിക്കാനോ അതല്ലെങ്കിൽ ജോയിക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. പക്ഷേ അവിടെ നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഒന്നും കുറ്റം പറയാനേ കഴിയില്ല. കാരണം എസ് കെ ഞാനിവിടെ വന്ന സമയത്ത്, നമ്മൾ ആദ്യം ഇവിടെ ഒരു 11 മണിയോടുകൂടി വന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഇത്രയും മാലിന്യം നിറഞ്ഞ സ്ഥലത്തേക്ക് ഒരു മടിയും കൂടാതെ ചാടി ഇറങ്ങിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതായിരുന്നു. അതിനുശേഷം ഓരോ ഘട്ടവും അവർ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ ചവറ് നീക്കിയത് ഇവരാണ്. അതായത് ഫയർഫോഴ്സിന്റെ വലിയ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുവന്ന ഇവർ ഈ ആദ്യം ഒരു ഹ്യൂമൻ എഫേർട്ട് അക്കാര്യത്തിൽ എടുത്തു. അതായത് ഇവർ ഈ കാണുന്ന ഇതുവഴി ഇവർ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം കെട്ടി അത് പുറത്തേക്ക് എടുത്തു. അതിനുശേഷം JCB വന്നു. JCBയിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ സ്കാൻ കാണാൻ സാധിക്കും. ഇതും ഇപ്പോൾ നമ്മളെ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ ഫ്രെയിമിൽ വന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയധികം മാലിന്യം ഇങ്ങനെ ഏതാണ്ട് JCB തന്നെ 10ഓളം തവണ JCB തന്നെ ഇവിടെ നിന്ന് ചവറ് വാരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്രയും ചവറുകൾ ഇതിനകത്തേക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ നഗരസഭ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ഭൂമി റെയിൽവേയുടെയാണ്. റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് നഗരസഭ അധികൃതർ നൽകിയിരുന്നു. അതായത് വളരെ പെട്ടെന്ന് തന്നെ 7 ദിവസത്തിനുള്ളിൽ ഇത് ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ റെയിൽവേ അധികൃതർ അക്കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നഗരസഭ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യജീവൻ, ഒരു സാധാരണക്കാരന്റെ ജീവൻ, അദ്ദേഹം ഈ ശുചീകരണ പ്രവൃത്തിക്ക് വന്നയാളാണ്. അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്ന സാഹചര്യത്തിലേക്ക് ഇത്രയധികം പോയ സാഹചര്യത്തിൽ വിദഗ്ധരായ ആളുകൾ പറയുന്നത് ഇനിയൊരു സർവൈവൽ ജോയിക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം വളരെ ആഴത്തിലാണിത്. അതിനും അപ്പുറത്തേക്ക് അതിഭീകരമായ ഒഴുക്ക് ആ സമയത്ത് മഴയുണ്ടായിരുന്നു. രാവിലെ അതിഭീകരമായ ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ടണലിൽ വീണ് കഴിഞ്ഞാൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരു സർവൈവൽ അതിനകത്ത് സാധ്യമല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ച് നഷ്ടമായി. വളരെ വേദനയോടെ നമുക്കത് പറയേണ്ടി വരും. ആ പ്രതീക്ഷ ജോയി തിരികെ വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഏതായാലും തിരച്ചിൽ തുടരുകയാണ്. സ്ക്യൂബ ടീം അംഗങ്ങൾ പറഞ്ഞത് ആ തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. അല്പസമയം അവരും രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. വലിയൊരു ഒരു അപ്ലോസ് അവർക്ക് കൊടുക്കണം. കാരണം ഇത്രയധികം എഫേർട്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ട് എസ്കേൻ. അത് ഈ മലിനമായ വെള്ളത്തിലിറങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരു മടിയും കൂടാതെ ഇത്രയും നേരം നിരന്തരമായി ഒരു റെസ്റ്റുമില്ലാതെ അവർ കഷ്ടപ്പെടുകയായിരുന്നു. ഒന്ന് ഇരുട്ട് ചെറുതായി വീണ സമയത്ത് മാത്രമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് വിശ്രമിക്കാനിരുന്നത്. പക്ഷേ അവർ മനുഷ്യരാണ്, തൊട്ടടുത്ത മിനിറ്റിൽ ഇറങ്ങും എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഈ ടണലിലൂടെ പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ആ പോയ ആളുകൾ തന്നെ 24-നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. രക്ഷാപ്രവർത്തനം തുടരും. പക്ഷെ കുറച്ചുകൂടി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ആ രക്ഷാപ്രവർത്തനം വീണ്ടും ദുസ്സഹമാകും. ആദ്യഘട്ടത്തിൽ മാലിന്യമായിരുന്നു വില്ലനെങ്കിൽ ഇപ്പോഴും മാലിന്യം തന്നെയാണ്. പൂർണ്ണാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ മാലിന്യം ഇവിടെ ഒന്ന് പൂർണ്ണമായും നീക്കാനോ ആ ടണലിനുള്ളിലേക്കൂടെ കടന്നു പോകാനോ സാധിക്കുന്നില്ല. 40 മീറ്ററോളം മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. ആ 40 മീറ്ററിൽ എവിടെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി അവശേഷിക്കുന്ന ടണലിന്റെ ദൂരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പോയി പരിശോധിക്കേണ്ടി വരും. ഏതെങ്കിലും മാൻഹോളിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ, ജോയി ഉണ്ടോ, അല്ലെങ്കിൽ ജോയി തടഞ്ഞു കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇനി വരും മണിക്കൂറുകളിൽ ചെയ്യാനുള്ളത്. പക്ഷേ കൂടുതൽ ഇരുട്ട് വീഴുമ്പോൾ ടണലിലൂടെ പോകാനുള്ള ഒരു സാധ്യതയും കുറയും. കാരണം അതൊരു റിസ്കി ടാസ്കായി മാറും. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഒരു 2 മണിക്കൂർ കൂടിയേ ഈ രക്ഷാപ്രവർത്തനം തുടരുകയുള്ളൂ. SKN. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെ മുതൽ 11 മണി മുതൽ ഈ രക്ഷാപ്രവർത്തകരുമായി ചേർന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.